ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഈ പാശ്ചാത്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആൾക്കാരാണല്ലോ നമ്മൾ. അപ്പൊ പാശ്ചാത്യ മാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ആശങ്ക ഇപ്പോഴും പാകിസ്ഥാനിൽ നിന്ന് വിട്ടൊഴിഞ്ഞിട്ടില്ല എന്ന് ആ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ എന്താണ് ഒരു വാർത്ത എന്ന് ചോദിച്ചാൽ അതിലൊരു വാർത്ത ഇല്ല. പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയെ ഏത് രീതിയിലാണ് ആക്രമിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പാകിസ്ഥാൻ ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഏത് രീതിയിലെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ വീക്ക് പോയിന്റ് എന്താണ് എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയുടെ വലിപ്പമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നമുക്കറിയാം, റഷ്യ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയോട് പോലും കിടപിടിക്കുന്ന ഒരു രാജ്യമാണ് ആയുധങ്ങളുടെ കാര്യത്തിൽ. ആ റഷ്യയെ യുക്രൈൻ ആക്രമിക്കുന്നത് ശ്രദ്ധിക്കണം. ആ റഷ്യയുടെ വലിപ്പമാണ് യുക്രൈൻ അവരുടെ ഒരു നേട്ടമായിട്ട് കാണുന്നത്. കാരണം ആ വലിപ്പമുള്ള ആ ഒരു രാജ്യത്തിന്റെ മുക്കും മൂലയിലും എത്താനായിട്ട് റഷ്യൻ പട്ടാളക്കാർക്ക് പലപ്പോഴും സാധിച്ചില്ല എന്ന് വരും. അതുപോലെ സമാനമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയുടെ വലിപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. അതായത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഇന്ത്യയുടെ ആ ഒരു വലിപ്പം പാകിസ്ഥാൻ വലിയ രീതിയിൽ ഉപയോഗിക്കും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, പാകിസ്ഥാന്റെ ആകൃതി എന്ന് പറയുന്നത് ഇന്ത്യക്ക് കവർ ചെയ്യാവുന്ന ആകൃതി മാത്രമാണ്. പാകിസ്ഥാന്റെ പരമാവധി കിഴക്ക് പടിഞ്ഞാറ് വീതി എന്ന് പറയുന്നത് 1125 കിലോമീറ്റർ ആണ്. അതായത് രാജ്യത്തിന്റെ പാകിസ്ഥാന്റെ ഭൂരിഭാഗവും ഇന്ത്യയുടെ ദീർഘദൂര മിസൈലുകളുടെ അകത്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇന്ത്യയുടെ വലിപ്പം എന്ന് പറയുന്നത് അതുപോലെയല്ല. ഇന്ത്യയുടെ വലിപ്പം കുറച്ചുകൂടെ വലുതാണ്. ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 2933 കിലോമീറ്റർ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് നമുക്ക് വീതിയുണ്ട്. ഇത് പാകിസ്ഥാന്റെ ഇരട്ടിയിലധികം വരും എന്നുള്ളതാണ് കാര്യം. അപ്പൊ പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് അവര് പരീക്ഷിച്ച മിസൈലുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മെയ് മാസം 2025 മെയ് മാസത്തിലെ യുദ്ധത്തിന് ശേഷം പാകിസ്ഥാൻ അബ്ദാലി, ഫത്ത-4, തൈമൂർ, ഫത്ത-2 എന്നിവയുൾപ്പെടെ നിരവധി ദീർഘദൂര മിസൈലുകൾ പാകിസ്ഥാൻ പരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ദീർഘദൂര മിസൈലുകൾ പരീക്ഷിച്ചാൽ മാത്രം പോലെ പാകിസ്ഥാന്റെ മറ്റൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ യുക്രൈൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ആക്രമണം നമ്മൾ കണ്ടു റഷ്യയിലേക്ക്. അത് ഡ്രോൺ ആക്രമണം. 600-ലധികം ഡ്രോണുകൾ റഷ്യയുടെ പല ഭാഗത്തേക്കും വിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ആക്രമണമായിരുന്നു യുക്രൈൻ നടത്തിയത്. ഇത് വലിയ രീതിയിൽ നോട്ട് ചെയ്യപ്പെട്ടു. ഈ വർഷത്തെ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സമാനമായിട്ടുള്ള രീതിയിൽ ബംഗ്ലാദേശിൽ നിന്നുകൂടെ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇതിനായിട്ട് പാകിസ്ഥാൻ ഒരു എയർ വൈസ് മാർഷലിനെ നിയോഗിച്ചിട്ടുണ്ട്. അവന്റെ പേര് ഔറംഗസേബ് അഹമ്മദ് എന്നാണ്. ബംഗ്ലാദേശ് വ്യോമസേന പൈലറ്റുമാർക്ക് സർഗോദയിലെ മുഷഫ് വ്യോമത്താവളത്തിൽ വിപുലമായിട്ടുള്ള പരിശീലനം നൽകാനായിട്ട് ധാക്കയിലെ പാകിസ്ഥാൻ വ്യോമസേന സംഘം അവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതായത് മെയ് 10 പിന്നെ വേറൊരു കാര്യം കൂടെ നടന്നിട്ടുണ്ട്. ധാക്കയിൽ നടന്ന ഈ ഓപ്പറേഷൻ ധാക്കയിൽ നടന്ന ഈ വ്യോമസേനയുടെ പൊതുജന പ്രതിനിധി യോഗമുണ്ട്. അതിൽ ബംഗ്ലാദേശ് വ്യോമസേനയുമായുള്ള പ്രധാന യോഗത്തിൽ പാകിസ്ഥാൻ പൈലറ്റുകൾ പങ്കെടുക്കുന്നു. അവരുടെ ഒരു ടീം അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാനിൽ തെഹ്രീക്കെ താലിബാനുമായിട്ട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരുപാട് വ്യോമസേനയ്ക്കകത്ത് ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടെന്ന് അവർ പറയുന്നു. അവരെയൊക്കെ പിക്ക് ചെയ്ത് ഇപ്പൊ കോർട്ട് മാർഷൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊരു ക്ലീനിങ് പ്രോസസ്സ് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ ബംഗ്ലാദേശിൽ വന്ന് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ധാക്കയിൽ വലിയ രീതിയിലുള്ള പരിശീലനം ബംഗ്ലാദേശ് വ്യോമസേനയും പാകിസ്ഥാൻ വ്യോമസേനയും ചേർന്ന് നടത്തുന്നു. ഇവിടെ നിന്ന് ഈ വ്യോമസേനയുടെ ഔറംഗസേബ് അഹമ്മദ് അവിടെ എത്തിയിട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ഒരു സൈഡിൽ പാകിസ്ഥാൻ വേറൊരു തരത്തിൽ ഈ ഇപ്പുറത്ത് നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അപ്പോഴാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്, നമ്മുടെ ഈ രാജ്യത്തിന്റെ വലിപ്പം ഒരു പ്രശ്നമാണെന്ന്. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള സുദർശന ചക്രം നമുക്കറിയാം, രാജ്യത്തിന്റെ മുക്കുമൂലയും സംരക്ഷിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് ഇനി വരാനായിട്ട് 2035 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2035 വരെയെങ്കിലും എടുക്കും ഈ സുദർശന ചക്രം വരാനായിട്ട്. അതിനിടയിൽ ഈ ഇടയ്ക്ക് ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്, നമ്മൾ S-400 കൂടുതൽ ഇറക്കുമതി ചെയ്യുകയാണ് എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇനി പാകിസ്ഥാന്റെ ആക്രമണം നമ്മുടെ ബംഗ്ലാദേശിൽ നിന്നായിരുന്നാലും പാകിസ്ഥാനിൽ നിന്നായിരുന്നാലും നമ്മുടെ ഈ
ഭൂമിശാസ്ത്രപരമായി അതിന്റെ ഒരു വലിപ്പത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കുമോ എന്നാണ് പല ആൾക്കാരും, പ്രത്യേകിച്ച് ഇവർ ഒരു മുന്നറിയിപ്പ് പോലെയാണ് നമുക്ക് ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇത് പറയുന്നത്. അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് സംരക്ഷിക്കാൻ കഴിയില്ല. കാരണം വ്യോമസേനാ മേധാവി അന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ തന്നെ വന്ന് പറഞ്ഞത് ഇനി ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സിവിലിയൻസിനെ ഹാം ചെയ്യുന്ന രീതിയിലായിരിക്കും പാകിസ്ഥാൻ അടിക്കുക എന്ന് പോലും അവർ പറഞ്ഞിട്ടുണ്ട്. എന്ത് തോന്നുന്നു? ഈ വലിപ്പം ഒരു പ്രശ്നം തന്നെയാണ് ലോകത്തെല്ലായിടത്തും. അതിൻ്റെ ഒരു വലിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയാണ്. ചൈന ലോകത്തെ 9 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ചൈന. അവർക്ക് ഏറ്റവും കൂടുതൽ അതിർത്തി റഷ്യയുമായിട്ടാണ്. പഴയ USSR റഷ്യയുമായിട്ടൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ അതിർത്തി. അവർ ഏറ്റവും കൂടുതൽ സൈന്യത്തെ അവിടെ ഈ അതിർത്തി സംരക്ഷിക്കാൻ വിന്യസിച്ചിരിക്കും. ഈ വലിപ്പം കൂടുമ്പോഴേക്കും അത്രയും സ്ഥലം കവർ ചെയ്യുക പ്രയാസകരമാണ്. ഇന്ത്യയുമായി ചൈന യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ അതിനെ തടയിട്ടത് റഷ്യയാണ്. റഷ്യ അവരുടെ സൈന്യത്തെ അവരുടെ അതിർത്തിയിലേക്ക് നീക്കിയപ്പോൾ ചൈന ഭയന്ന് ഒരുപക്ഷെ അവിടുന്ന് ഒരു അറ്റാക്ക് ഉണ്ടാകും എന്നുള്ള ഭയത്തിൽ ഇവിടുന്നുള്ള പട്ടാളക്കാരെ കൂടെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി അവർക്ക് വന്നു. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ റഷ്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ചൈനയെ തടയിടാൻ പറ്റുന്ന ഒരു രാജ്യം എന്ന നിലയിലാണ്. വലിപ്പമാണ് റഷ്യയുടെയും വലിയ പ്രശ്നം തന്നെ. പഴയ USSR വലിയ രാജ്യമായിരുന്നു, റഷ്യയും വലിയ രാജ്യമാണ്. അവിടുത്തെ ഈ വലിയ രാജ്യമാകുമ്പോഴുള്ള പ്രശ്നം എല്ലാ മുക്കിലും മൂലയിലും നമുക്ക്, കാരണം നമ്മൾ എപ്പോഴും ശത്രുവിനെ നമുക്ക് ഒരിക്കലും ചെറുതായി കാണാൻ കഴിയില്ല. അതിപ്പം മ്യാൻമാർ ആയാലും നേപ്പാൾ ആയാലും ബംഗ്ലാദേശ് ആയാലും ഒക്കെ. കാരണം വലിയ ഒരു രാജ്യത്ത് അതിനെ സംരക്ഷിച്ച് ഇവിടെയാണ് ഈ നരേന്ദ്രമോദി എല്ലാവരുടെ ഒരു വിശ്വാസം നേടിയെടുക്കുന്നത്. അങ്ങനെയാണ്. കാരണം ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വലിയ ഒരു രാജ്യം, 140 കോടി ജനം. ഈ ജനത്തിന്റെയൊക്കെ സ്വഭാവങ്ങൾ, പ്രത്യേക രീതിയിലുള്ള സ്വഭാവങ്ങൾ, 2500 രജിസ്റ്റേർഡ് ചെയ്ത പാർട്ടികൾ, അതിന്റെ 10,000-ലധികം വരുന്ന രജിസ്റ്റേർഡ് ചെയ്തതും ചെയ്യപ്പെടാത്തതുമായ സംഘടനകൾ, അങ്ങനെ കുത്തിത്തിരിപ്പുകാർ, വിഘടനവാദികൾ, ഇവരൊക്കെ കിടന്നിട്ടും ഒരു ബോംബ് പോലും പൊട്ടാതെ, ഇല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നങ്ങൾ പോലും ഉണ്ടാകാതെ ഈ രാജ്യം മുമ്പോട്ട് പോകുന്നതിനകത്ത് സെക്യൂരിറ്റി ഒരു വലിയ പ്രാധാന്യം തന്നെ. അത് എനിക്കും പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. കാരണം ഇത്രയും വലിയൊരു രാജ്യമാണ്. അപ്പോൾ ഇതിന്റെ ബോർഡറുകളും നോക്കൂ. ഈ ബോർഡറുകൾ വളരെ എല്ലായിടത്തും സൈന്യത്തെ കൊണ്ട് അണിനിരത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസകരമായ ഒരു കാര്യം. ലോകത്ത് ഒരു രാജ്യത്തിനും അത് സാധ്യമാകില്ല. അപ്പോൾ പിന്നെ കുറെ ഇടത്ത് മർമ്മപ്രധാന ഭാഗങ്ങളിലൊക്കെ നമ്മളൊരു പോയിന്റ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് വന്നാൽ അങ്ങനെ ചെയ്യണം, അവിടുന്ന് വന്നാൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു പോയിന്റുകൾ നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ പോയിന്റിനെ മറികടന്നുകൊണ്ട് ശത്രു എപ്പോഴും ഈ ചെസ് കളി കണക്കാണല്ലോ, ഗ്യാപ്പ് നോക്കിയിട്ടായിരിക്കുമല്ലോ കരുന്ന് നിൽക്കുന്നത്. എപ്പോഴും ഗ്യാപ്പുകൾ നോക്കിയിട്ട് അങ്ങനെ കരുക്കൾ നിൽക്കും. അതാണ് ഈ ഉക്രൈൻ ഇടയ്ക്കിടയ്ക്ക് റഷ്യ അടിച്ചെന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരും ചോദിക്കും, റഷ്യ ഒരു ഗംഭീര രാജ്യമല്ലേ, എന്നിട്ട് എന്താണ് റഷ്യക്ക് തടയാൻ പറ്റാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ ഒരു രാജ്യത്ത് വലിയ പ്രശ്നമായി ഒരു വലിയ പൊണ്ണത്തടിയന് മുതുകത്ത് കടിച്ചു കഴിഞ്ഞാൽ അതിനെ അടിച്ചോടിക്കുക പ്രയാസകരം തന്നെ ആയിരിക്കും. കാരണം അതിന് ഇല്ലെങ്കിൽ അദ്ദേഹം അതിന് അതൊരു സ്വാഭാവികമായ കാര്യമാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് രാജ്യങ്ങളുടെ കാര്യം. വലിപ്പം കൂടുന്തോറും അതിന്റെ സെക്യൂരിറ്റിക്കും സുരക്ഷ ഒരുക്കുക എന്നുള്ളത് വലിയ ഇതാണ്. നമ്മുടെ ആളുകളൊക്കെ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് പാകിസ്ഥാൻ പിടിച്ചെടുക്കണം, മറ്റേത്. വലിപ്പം കൂടുന്തോറും പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ യുദ്ധത്തില് അവർക്ക് വേണ്ട രാജ്യങ്ങൾ മാത്രമേ പിടിച്ചെടുക്കൂ. കാരണം ആ സ്ഥലം പിടിച്ചെടുക്കുന്നുണ്ട് 10 പൈസയുടെ ഗുണം ഉണ്ടാകണം, എണ്ണ ഉണ്ടാകണം, ഇല്ലെങ്കിൽ റയർ മെറ്റൽസ് ഉണ്ടാകണം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാകണം. ഒരു പിണ്ണാക്കും ഇല്ലാത്തൊരു സ്ഥലം പിടിച്ചെടുത്തിട്ട്, അതുകൊണ്ടാണല്ലോ ഇപ്പൊ ലോകത്ത് ഈ എക്സ്റ്റൻഷൻ വർക്കുകൾ നിർത്തി വെച്ചിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളും. ചുമ്മാതെ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നതിന്റെ കാര്യം വെച്ചാൽ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർക്കൊരു ഏരിയ വേണം. ആ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നാളെ ഈ പോളണ്ട് നാറ്റോ സഖ്യത്തെ കൂട്ടി വന്നാലും ഇല്ലെങ്കിൽ ജർമ്മനിയുടെ ഒരു അടി വന്നാലും ഇതൊക്കെ തടയണമെങ്കിൽ അവർക്ക് ആ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ബോർഡർ ക്ലിയർ ചെയ്തെടുക്കണം. ഇസ്രായേലിൽ എന്താണ് പ്രശ്നം? ഗ്രേറ്റർ ഇസ്രായേൽ. അവർ ഈ മിഡിൽ ഈസ്റ്റ് മുഴുവൻ വേണമെന്നല്ലല്ലോ അവർ പറയുന്നത്. അവർക്ക് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള സ്ഥലം. അങ്ങനെയാണ് ഇപ്പൊ എല്ലാ രാജ്യങ്ങളും അവർക്ക് വേണ്ടത്. ഇപ്പൊ ഇറാനെ എന്തുകൊണ്ട് അമേരിക്ക ആക്രമിക്കുന്നത്? എണ്ണയാണ് പ്രധാനം. എണ്ണയും പിണ്ണാക്കൊന്നുമില്ലാത്ത ഒരു രാജ്യമായിരുന്നു ഇറാനെങ്കിലോ, ഒരു മരുഭൂമി മാത്രമുള്ള രാജ്യമാണ് ഇറാനെങ്കിലോ ഒരിക്കലും അമേരിക്കയെ ആക്രമിക്കാൻ പോയില്ല. ഈ മിഡിൽ ഈസ്റ്റിനകത്ത് ഒരു പിണ്ണാക്കും ഇല്ലായിരുന്നു വെച്ചു, ഒന്നുമില്ല, വെറും ഒരു തരിശു നിലമാണ് മിഡിൽ ഈസ്റ്റ് എങ്കിൽ അമേരിക്ക അവിടെ വരുമോ സഹായിക്കാൻ? ഇല്ല. അവിടുത്തെ എണ്ണയും മറ്റുള്ളതും കണ്ടുകൊണ്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് രാജ്യങ്ങൾ നീങ്ങുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ഇതേ ഒരു തന്ത്രം ഈ നമ്മുടെ സേനാ മേധാവികൾ കുറച്ചു നാൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളിപ്പോൾ ഇറാൻ യുദ്ധത്തെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇറാൻ യുദ്ധം നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. കാരണം അമേരിക്കയെ വെച്ച് നോക്കുമ്പോൾ ഇറാൻ ചെറിയ ഒരു ശക്തിയുള്ള രാജ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആ ഇറാൻ ഇത്രയും ദിവസം പിടിച്ചെടുത്തു. ഫെബ്രുവരി 28 ഈ ആക്രമണം തുടങ്ങുന്നത്. ഇപ്പൊ ഏതാണ്ട് ഇപ്പൊ 2-3 മാസം ആകുന്നു. ഇപ്പൊ മെയ് മാസം 28 ആകുമ്പോൾ 3 മാസം ആകുന്നു. ഇതിന്റെ ഇടയ്ക്ക് കുറെ വെടിനിർത്തലൊക്കെ വന്നു എന്ന് കവിഞ്ഞ് കാര്യങ്ങളൊന്നുമില്ല. 3 മാസം അമേരിക്ക കണക്ക് ഒരു രാജ്യത്തെ പിടിച്ചു കെട്ടാൻ അവർക്ക് കഴിഞ്ഞില്ലേ? അവർ പല ഭാഗത്തേക്കും ഡ്രോൺ ഇട്ടില്ലേ? അപ്പോൾ ഇന്ത്യൻ സേന പറയുന്നത് ഇനി പാകിസ്ഥാനും ഇതേ മെത്തേഡ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഡ്രോണുകളും
ചെറിയ ചെറിയ മിസൈലുകളും ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് അവിടെയും ഇവിടെയും ആക്രമണം നടത്തുക. ഇത്രയും ഇപ്പൊ UAE-യിലാണെങ്കിലും സൗദിയിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും ഒക്കെ അമേരിക്കയുടെ താടടക്കമുള്ള സംവിധാനങ്ങൾ എല്ലാ സുരക്ഷയും ഒരുക്കുമ്പോഴാണ് ഇറാൻ അവരുടെ വില കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് മർമ്മപ്രധാന കേന്ദ്രങ്ങൾ എല്ലാവരും അടിക്കുന്നുണ്ട്. സൗദി ഈ അടുത്ത കഴിഞ്ഞ ദിവസമല്ലേ UAE-യുടെ ആണവ നിലയത്തിന്റെ സമീപത്ത് അവരുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഒരു ആണവ നിലയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകത്ത് ഏത് ആണവ നിലയമാണെങ്കിലും ഹൈ സെക്യൂരിറ്റിയിലായിരിക്കും അത്. അല്ലാതെ ചുമ്മാതെ ഒരു ഓഫീസുകൾക്ക് തുറന്നിടാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. അവിടെ പോലും അവർ അടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന ഒരു യുദ്ധം. അപ്പൊ സ്വാഭാവികമായി തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന മറ്റൊരു വാർത്ത, പാകിസ്ഥാൻ ഇപ്പോൾ തുർക്കിയുടെ കയ്യിൽ നിന്ന് കൂടുതൽ ഡ്രോണുകൾ വാങ്ങുന്നു. ഈ തുർക്കിയുടെ കയ്യിൽ നിന്നുള്ള ഡ്രോണുകൾ വാങ്ങുന്നതിന് കാരണം തുർക്കിയുടെ ഒരു പശ്ചാത്തലത്തിലുള്ള ഡ്രോണുകളാണ് കൂടുതലും ഇറാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം. അപ്പൊ ആ ഡ്രോണുകൾക്ക് കുറച്ചുകൂടെ, കാരണം ഡ്രോണുകൾ ഉണ്ടാക്കുന്നതിൽ തുർക്കി കുറച്ചധികം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അത്തരം ഡ്രോണുകളെ കൊണ്ടുവരിക എന്നുള്ളത്, ഇതിനെ തടയിടാൻ ഇന്ത്യ ചെയ്ത പണി MQ-28 എന്ന് പറഞ്ഞിട്ടൊരു ഓസ്ട്രേലിയൻ ഡ്രോൺ ഉണ്ട്. ഗോസ്റ്റ് ഡ്രോണുകൾ എന്നാണ് അതിനെ പറയുന്നത് തന്നെ. അതായത് ശത്രുവിനെ തെരഞ്ഞു പിടിച്ചു പോയി ആക്രമിക്കുന്ന ഡ്രോണുകളാണത്. ഈ ശത്രുവിന്റെ ഈ ഡ്രോണുകളും മറ്റും കണ്ടു കഴിഞ്ഞു. അത്തരം ഡ്രോണുകൾ ഇന്ത്യ വാങ്ങാൻ കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്തിനാണ്? ഇതിനെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ എന്താണ്, ഇപ്പൊ നമ്മൾ റഫേലിന്റെ 114 വിമാനങ്ങൾ 90 വിമാനങ്ങൾ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. അതിനുള്ള കരാർ ധാരണാപത്രം ഒപ്പുവെച്ച് കഴിഞ്ഞു. ഇപ്പം ഇന്നലെ ഞാൻ കണ്ടായിരുന്നു അത് ഒപ്പുവെച്ച് കഴിഞ്ഞു. കാരണം എല്ലാം തദ്ദേശീയമായിട്ട് നിർമ്മിച്ചേ പറ്റൂ. ചൈനയും തദ്ദേശീയമായിട്ടാണ് ഇപ്പോൾ ആയുധങ്ങൾ നിർമ്മിക്കുന്നത്. ചൈനയുടെ ആയുധങ്ങളിൽ ഇപ്പോൾ വലിയ മതിപ്പ് പാകിസ്ഥാൻ ഇല്ല. അതുകൊണ്ടാണ് തുർക്കിയിൽ നിന്ന് ഇപ്പോൾ ഡ്രോണുകളിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രദ്ധ പതിപ്പിക്കുന്നത്. ഈ ഡ്രോണുകളുടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കണക്ക് വലിയ വിശാലമായ ഒരു രാജ്യത്ത് എവിടെ വേണമെങ്കിലും ഡ്രോൺ അറ്റാക്കുകൾ ചെയ്യാം. പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഡ്രോൺ അറ്റാക്ക് ചെയ്യണമെന്നില്ല. പകരം ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ വഴി ഡ്രോൺ എത്തിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളുടെ പല മേഖലകളിലും രാജ്യം ഡ്രോൺ നിരോധിത മേഖലയാക്കി. ഇന്നിപ്പോ നമ്മുടെ കേരളത്തിൽ പോലും ഡ്രോൺ പറത്തണമെങ്കിൽ പ്രത്യേക ലൈസൻസ് വേണം. അതിന് ലൈസൻസ് ഇല്ലാതെ ഇപ്പൊ ഈ കല്യാണത്തിന് ക്യാമറ പിടിക്കുന്ന ആ ക്യാമറാമാൻമാർക്ക് പോലും ലൈസൻസുകൾ ആവശ്യമാണ്. അപ്പം അത് കൊണ്ടുവന്നത് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ, ഡ്രോണുകൾ ഇങ്ങനെ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞാൽ ഇത്തരം ഡ്രോണുകളും എത്താൻ പറ്റും, ഈസി ആയിട്ട് ആക്രമണം നടത്താൻ പറ്റും. അപ്പൊ ഡ്രോണുകളുടെ ഒരു ഇതിലേക്ക് വരും. നമ്മുടെ രാജ്യം ഡ്രോണുകൾക്ക് വേണ്ടി മാത്രം ഒരു സ്ക്വാഡ്രൺ രൂപീകരിച്ചിട്ടുണ്ട്. ഡ്രോണുകൾക്ക് വേണ്ടി മാത്രമല്ല, ആളില്ലാ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി ഇവിടെ ജയ്പൂരില് രാജസ്ഥാനില് നമ്മളൊരു റൺവേ തന്നെ തീർത്തിട്ടുണ്ട്. അതായത് ഈ വലിയ ആളില്ലാ വിമാനങ്ങൾ, അതിനും ഡ്രോൺ തന്നെ ആണെന്നാണല്ലോ പറയുന്നത്, UAVകൾ. അപ്പൊ അതിനെ ഇറക്കാനുള്ള ഒരു റൺവേ തന്നെ. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് അത്രയും സ്ക്വാഡ്രൺ രൂപീകരിക്കുന്നത്? ഇനി വരാമെന്ന് ചോദിച്ചു. അപ്പൊ അത്തരത്തിലേക്ക് ഒരു നീക്കം പാകിസ്ഥാൻ നടത്തുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിനോടൊപ്പം തന്നെ അവർ ബംഗ്ലാദേശോട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അവിടെയാണ് ഈ ധനുഷ് പറഞ്ഞ ഈ രാജ്യത്തിന്റെ വലിപ്പം പ്രശ്നമാകുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റുകളെല്ലാം തന്നെ ഇന്ത്യക്ക് കാണാപ്പാടമാണ്. ഇവിടെയാണ് നമ്മുടെ വടക്കിഴക്കൻ ഏരിയകളിൽ അറ്റാക്ക് ചെയ്യും. ഇത് ഒരു പുതിയ വാർത്തയല്ല. ഇത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സമാനമായ നീക്കം ബംഗ്ലാദേശ് നടത്തിയിരുന്നു. അതിനെ ഇന്ത്യ എങ്ങനെയാണ് തടഞ്ഞു നിർത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ തന്നെ തീസ്ത പ്രഹാർ എന്ന് പറഞ്ഞിട്ട് വെസ്റ്റ് ബംഗാളിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വമ്പൻ സൈനിക അഭ്യാസം നമ്മൾ നടത്തിയത്. വെറും സൈനിക അഭ്യാസം അല്ലായിരുന്നത്, പാറ്റൻ ടാങ്കുകളൊക്കെ ഉൾപ്പെടെ കൊണ്ട് നിരത്തിയിട്ടിട്ട് അടിക്കാൻ സജ്ജമായിട്ട് തന്നെയുള്ളത്. ഈ രണ്ട് തരത്തിലാണല്ലോ ഈ അഭ്യാസങ്ങൾ നടക്കുന്നത്, സൈന്യത്തിന്റെ അഭ്യാസം നടക്കും. ഒന്ന് ഡെമോ കാണിക്കുക, മറ്റൊന്ന് ഡെമോ അല്ലാതെ ഫുൾ ഫ്ലെഡ്ജിൽ വന്നു നിന്നുകൊണ്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ കയറി അടിക്കുക എന്നുള്ള നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടെയാണ് ബംഗ്ലാദേശ് ഒതുങ്ങിപ്പോയത്. അന്ന് മറ്റേ US ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത് എളുപ്പത്തിൽ അവർക്ക് സാധിക്കുമായിരുന്നു. ഇപ്പൊ പക്ഷെ അത് കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കൽ കൊണ്ടുവന്നിട്ട് വരുന്നു. ഇപ്പൊ ബംഗ്ലാദേശും നമ്മളുമായിട്ടുള്ള ബന്ധം അത്ര സ്മൂത്ത് അല്ല ഇപ്പോഴും. US പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഇപ്പോഴും അത്ര സ്മൂത്ത് അല്ല. ഇപ്പൊ ഗംഗാ നദീജല കരാർ വരുന്നുണ്ട്, ട്വിസ്റ്റ നദീജല കരാർ വരുന്നുണ്ട്, അവിടെ ഡാം കിട്ടുമെന്നവർ പറയുന്നത്, അങ്ങനെ കലുഷിതമായി നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ചെയ്യുന്ന പണി ഇപ്പൊ പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ വലിയ രീതിയിൽ പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വലിയ രീതിയിൽ ആയുധങ്ങൾ വരുത്തുന്നു. ധൃതി പിടിച്ചിട്ടാണ് ഇപ്പൊ S-400 കൂടുതലായി ഇന്ത്യയിലേക്ക് വരുത്തുന്നത്. കാരണം ധനുഷ് പറഞ്ഞ കണക്ക് ഈ നമ്മുടെ കവചം സുദർശന ചക്ര 2030 ആകുമ്പോൾ ആണ് അതിന്റെ ഫസ്റ്റ് ഫേസ്, 2027-30 ആണ് അതിന്റെ ഫസ്റ്റ് ഫേസ് വരുന്നത്. അതിനുശേഷം അതിന്റെ ഫുൾ ഫ്ലെഡ്ജിലേക്ക് എത്തുമ്പോൾ 2035 എത്തും. അതായത് എല്ലായിടത്തേക്കും ഒരു കൊട പോലെ വരണമെന്നുണ്ടെങ്കിൽ അത്ര ടൈം എത്തും. അപ്പൊ അതുവരെ നമുക്ക് യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കും. നമുക്ക് പാകിസ്ഥാനോട് പറയാൻ കഴിയില്ലല്ലോ, നിങ്ങൾ ഇപ്പൊ ചെയ്യരുത്, ഞങ്ങൾ ഇതൊക്കെ റെഡിയാക്കിയിട്ട് മതി എന്ന് പറയാൻ കഴിയില്ല. അപ്പം അതിൻ്റെതായ ഒരു വർക്ക് നടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, ഇപ്പോൾ ലോകത്ത് മുഴുവൻ ഒരു സംഘർഷാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനിയുള്ള യുദ്ധം എന്ന് പറയുന്നത് ഈ കണ്ടിന്യൂസ് ഒരു അറ്റാക്ക് ആയിരിക്കില്ല. പകരം ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രോണുകളും മിസൈലും പായിച്ചുകൊണ്ട് ലോകം ഒരു അരക്ഷിതാവസ്ഥയിലാണ് എന്ന് ബോധ്യം. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിനകത്ത് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡ്രോണുകളോ മറ്റോ പതിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇന്റർനാഷണൽ കമ്പനികൾ നമ്മുടെ നോയിഡയിലുണ്ട്, ഗുജറാത്തിലുണ്ട്, തെലങ്കാനയിലുണ്ട്, കർണാടകത്തിലുണ്ട്.
ഇങ്ങനെയുള്ള വൻകിട കോർപ്പറേറ്റുകൾ സ്ഥലം കാലിയാക്കാൻ തുടങ്ങും. കാരണം ഇതൊരു സുരക്ഷിതമല്ലാത്ത രാജ്യം എന്ന നിലയിലേക്ക് മാറും. അപ്പൊ നമ്മൾ സാമ്പത്തികമായി ക്ഷയിക്കും. ഇതിനാണ് ഇവരെല്ലാം ചെയ്യുന്ന ഒരു പരിപാടി. അല്ലാതെ യുദ്ധം ജയിച്ച് ഭൂമി പിടിച്ചെടുക്കുക എന്നതല്ല. അത് പഴയ കൺസെപ്റ്റാണ്, പണ്ട് രാജാക്കന്മാരുടെ കാലത്തുള്ള കൺസെപ്റ്റാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അങ്ങനെ ആരും ആ പണിക്ക് പോയിട്ടില്ല. അവസാനം അത് നാസി ജർമ്മനി ആയിരുന്നു ആ ഒരു നീക്കവുമായി മുമ്പോട്ട് പോയത്. സ്ഥലം പിടിച്ചെടുക്കുക, റഷ്യ ക്യാപ്ചർ ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക എന്നൊക്കെ. ഇപ്പൊ ആർക്കും അത് വേണ്ട, ആ പരിപാടിയില്ല. ഒരുത്തിനെ സാമ്പത്തികമായി തകർക്കുക, അതായത് ആയുധം വെച്ച് തകർക്കുന്നതിനേക്കാൾ പവർഫുൾ ആണ് സാമ്പത്തികമായി ഒരു മനുഷ്യനെ തകർക്കുക എന്നുള്ളത്. സാമ്പത്തികമായി തകർന്നു കഴിഞ്ഞാൽ ആ രാജ്യം മാനസികമായി തകർന്നു, ഇല്ലെങ്കിൽ അവർക്ക് ഉയർത്തെഴുന്നേൽക്കുക പ്രയാസകരമായിരിക്കും. ഇവിടെയാണ് ഈ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള മുന്നൊരുക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് നിമിഷവും എന്തെങ്കിലും ഒന്നുണ്ടാകും. അവിടെയാണ് ഇന്ത്യയുടെ സൈനിക മേധാവികൾ പറയുന്നത്, ഇനി എന്തെങ്കിലും സാഹസത്തിൽ മുതിർന്നാൽ നിങ്ങളെ തവിടുപൊടിയാക്കും എന്ന് പറയുന്നത്. വലിയ ഗംഭീരമായ ഒരു വാർത്തയാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് വരുന്ന ഒരു വാർത്തകൾ തന്നെ ക്രോഡീകരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ അനാലിസിസ് എടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഒരുപക്ഷെ ആളുകൾ കരുതും ഇവര് കുറച്ചാളായിട്ട് ഇതൊന്നും പറയുന്നില്ലല്ലോ. കാരണം ഇത്തരം വാർത്തകൾ എന്തിനാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. നാളെ ഇത് വേറൊരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ, ഇതിന്റെ ഫോളോ അപ്പ് വേറൊരു തരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരിക്കലും ഒന്നും മിസ് ചെയ്യാൻ പാടില്ല എന്നതുമാണ് നമ്മൾ ഇത്തരം വാർത്തകളെ കണ്ടെത്തി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന്റെ പ്രധാന കാരണം.